വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി എക്സാമിന് തയ്യാറെടുക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള മാതൃകാ പരീക്ഷാ ചോദ്യ പേപ്പറാണ്. നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അറ്റൻഡൻറ്റ് എന്നീ എക്സാമുകൾക്കുള്ള മോഡൽ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ SCERT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവയുടെ കാലക്രമത്തിൽ ക്രമീകരിക്കുക. വിദ്യാഭ്യാസ കമ്മീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഹണ്ടർ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, വുഡ്സ് ഡെസ്പാച്ച്, സാർജൻറ്റ് പ്ലാൻ എന്നിവയാണ് എന്നിവയുടെ ഇയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് ഇയറിലാണ് ഹണ്ടർ കമ്മീഷൻ രൂപീകരിക്കുന്നത്? 1882 ഹണ്ടർ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്. അതായത് റിപ്പൺ പ്രഭു ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കേണ്ടത്. ഈ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. നിയമിക്കുന്ന ആരാണ്? റിപ്പൺ പ്രഭു ആണ്. തുടർന്നാണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് വരുന്നത്. അതുപോലെ തന്നെ കേഴ്സൺ പ്രഭുവിൻ്റെ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിലവിൽ വന്നു. അപ്പോൾ ആദ്യം വന്നത് ഹണ്ടർ കമ്മീഷനാണ്. 1882 റിപ്പൺ പ്രഭു ആണ് കമ്മീഷൻ നിയമിക്കേണ്ടത്. തുടർന്നാണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്, അതുപോലെ കേഴ്സൺ പ്രഭുവിൻ്റെ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സാഡ്ലർ കമ്മീഷൻ സാഡ്ലർ കമ്മീഷൻ എന്നാണ് വന്നത് 1917 സാഡ്ലർ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1917 സാഡ്ലർ കമ്മീഷൻ വന്നത്. ഈ സാഡ്ലർ കമ്മീഷൻ എന്ന് പറയുന്നത് കൽക്കത്ത യൂണിവേഴ്സിറ്റി കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു കമ്മീഷനാണ് ഈ സാഡ്ലർ കമ്മീഷൻ എന്ന് പറയുന്നത്. ദി സാഡ്ലർ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1917. 1917 ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനായിട്ടാണ് ഈ സാഡ്ലർ കമ്മീഷൻ 1917 നിയമിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്? വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ഇയർ 1854 വുഡ്സ് ഡെസ്പാച്ച് വരുന്നത്. 1854 വരുന്നത്. എന്നാൽ നമ്മൾ പറയാറ് ഇതിനെക്കുറിച്ച് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർഡ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർഡ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വന്നത്. ഇനി സാർജൻറ്റ് പ്ലാൻ വന്നത് 1944 സാർജൻറ്റ് പ്ലാൻ വരുന്നത്. 1944. അപ്പോൾ ഈ സാർജൻറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിലെ യുദ്ധാനന്തര വിദ്യാഭ്യാസ വികസനത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാർജൻറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്നറിയപ്പെടുന്നതാണ് ഈ സാർജൻറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ യുദ്ധാനന്തര വിദ്യാഭ്യാസ വികസനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ സാർജൻറ്റ് പ്ലാനിൽ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹണ്ടർ കമ്മീഷൻ 1982 വന്നു എന്ന് പറഞ്ഞു. സാഡ്ലർ കമ്മീഷൻ 1917, വുഡ്സ് ഡെസ്പാച്ച് 1854, സാർജൻറ്റ് പ്ലാൻ 1944. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഫസ്റ്റ് വന്നത് ഏതാണ്? 1954 വുഡ്സ് ഡെസ്പാച്ച് വന്നു പറഞ്ഞു. അതാണ് ഫസ്റ്റ് വന്നല്ലേ. 3 ആണ് ആദ്യം വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? ഹണ്ടർ കമ്മീഷൻ 1982 വന്നു എന്ന് പറഞ്ഞു. അതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? സാഡ്ലർ കമ്മീഷൻ 1917 വന്നു. അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. നാലാമത് സാർജൻറ്റ് പ്ലാൻ ആണ്. 1944 വന്നത്. അപ്പോൾ D ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഇന്ത്യയിലെ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടാത്തത്? അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്തപ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം.
ഏതൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയുടെ വിദേശ നയ പ്രഖ്യാപനങ്ങൾ 1929 ലാഹോർ സമ്മേളനത്തിൽ പറയുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണ്. ഇനി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1929 ലാഹോർ സമ്മേളനത്തിൽ പറയുന്നതാണ്. അതും ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നതാണ് 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു? ഇന്ത്യയുടെ വിദേശ നയ പ്രഖ്യാപനങ്ങൾ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പൊക്കെ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യകാല ദേശീയവാദികൾ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ധാർമ്മിക അടിത്തറയെ വലിയ വിജയത്തോടെ ദുർബലപ്പെടുത്തിയത്? ആദ്യകാല ദേശീയവാദികൾ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ധാർമ്മിക അടിത്തറയെ വലിയ വിജയത്തോടെ ദുർബലപ്പെടുത്തിയത്? ഏതാണ്? ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള അവരുടെ പ്രക്ഷോഭത്തിലൂടെയാണ്. പരിഷ്കാരങ്ങളായിട്ടുള്ള അവരുടെ പ്രക്ഷോഭത്തിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും കേരള നവോത്ഥാന നായകനെ തിരിച്ചറിയുക. കേരള നവോത്ഥാന നായകൻ: വിഗ്രഹാരാധനയെ എതിർക്കുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അയിത്താചാരണവും ജാതി വ്യവസ്ഥയും നിർമ്മാർജ്ജനം ചെയ്യുക എന്നിങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ആരാണ്? ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? നോക്കാം. മിശ്രഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? മിശ്രഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചത് സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1948 മെയ് 2 അദ്ദേഹം അന്തരിക്കുകയാണ്. അപ്പോൾ ആരാണ് വരുന്നത് നോക്കി? അയ്യത്താൻ ഗോപാലൻ, വേലുക്കുട്ടി അരയൻ, കുറുമ്പൻ ദൈവത്താൻ, ആഗമാൻ എന്നൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം ആരാണ് വരുന്നത്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. വിഗ്രഹാരാധനയെ എതിർക്കുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അയിത്താചാരണവും ജാതി വ്യവസ്ഥയും നിർമ്മാർജ്ജനം ചെയ്യുക എന്നിങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മിശ്രഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചു, സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1948 മെയ് 2 അദ്ദേഹം അന്തരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിലയിൽ വന്നത് 1912 പറയുന്നുണ്ട്. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിലയിൽ വന്നത് എന്നാണ്? 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിലയിൽ വന്നത്. 1908 കേട്ടോ. 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിലയിൽ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് തെറ്റാണ് അല്ലേ? ഇനി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു സി കുഞ്ഞിരാമ മേനോൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു സി കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോടാണ് ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നതെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. 1916 എന്നുള്ളത് പഠിച്ചു വയ്ക്കുക, ചോദിക്കാറുണ്ട്. 1914 ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം, മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് കോഴിക്കോടാണ് നടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? 1916 നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആനി ബസന്റ് അധ്യക്ഷത വഹിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ അല്ലേ? ആനി ബസന്റ് ആണ് 1916 ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏത് ചരിത്ര സമരവുമായി കരിയാങ്കോട് നദി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിയാങ്കോട് നദി എന്ന് പറയുന്നത് ഏത് ചരിത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ്? കയ്യൂർ സമരം ഉണ്ടോ? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ് കരിയാങ്കോട് നദി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു നിന്നു. ശരിയാണ്. ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു നിന്നു. പ്യൂരിറ്റൻ സഭ പാർലമെന്റിന്റെ താല്പര്യത്തോട് ചേർന്നു നിന്നു. പ്യൂരിറ്റൻ സഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ താല്പര്യത്തോട് ചേർന്നതാണ്. അതും ശരിയാണ്. വ്യാവസായിക വിപ്ലവ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതും ശരിയാണ്. വ്യാവസായിക വിപ്ലവ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല.
ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. അതും ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്. ഇതിൽ വരുന്നത് എന്താണ് പറയുന്നത്? ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു എന്നോ, പ്യൂരിറ്റൻ സഭ പാർലമെന്റിന്റെ താല്പര്യത്തോട് ചേർന്നു എന്നോ, വ്യാവസായിക വിപ്ലവ ഫലമായുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നതിൽ നിന്നും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സ്ഥാനഭ്രഷ്ടരായ രാജവംശങ്ങളെ കുറിച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ജർമ്മനി എന്ന് പറയുന്നത് ഹോഹൻസോളൻ രാജവംശമാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഓസ്ട്രിയ ഹംഗറി ഹബ്സ്ബർഗ് രാജവംശമാണ്. ശരിയാണ്. റഷ്യ റോമനോവ് രാജവംശമാണ്. ശരിയാണ്. ഇംഗ്ലണ്ട് പ്ലാന്റാജനറ്റ് രാജവംശം എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിന്മേൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN ഘടകം ഏതാണ്? രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിന്മേൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN ഘടകം ഏതാണ്? രാജ്യാന്തര നീതിന്യായ കോടതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് ഏത് റൂട്ടിലാണ്? ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് ഏത് റൂട്ടിലാണ്? മുംബൈ ടു പൂനെ. മുംബൈ ടു പൂനെയാണ് ആൻസർ വരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? നിലവിൽ ആരാണ്? അജയ് സേത്ത് ആണ് ഇപ്പോഴത്തെ ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ആരാണ്? അജയ് സേത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച പ്രവീൺ കുമാർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രവീൺ കുമാറിനാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഇനി രണ്ടാമത് ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവീൺ കുമാർ ഏത് കായികവുമായി ബന്ധപ്പെട്ടതാണ്? പാരാ ഹൈ ജമ്പ് കേട്ടോ. പാരാ ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2025 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ അതിഥി ആരായിരുന്നു? 2025 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ കേട്ടോ. പ്രഭോവ സുബിയാന്ത് ആണ് 2025 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ അതിഥി എന്ന് പറയുന്നത് ആരാണ്? പ്രഭോവ സുബിയാന്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഗൗരവത്തോടെ പരിഗണിക്കുക ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കാം. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ പീഠഭൂമി മിനറൽ ബെൽറ്റുകളിൽ ഫെറസ് ഇതര ധാതുക്കൾ ധാരാളമായി കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ധാർവാർ ശിലാപാളികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാംഗനീസ് നിക്ഷേപങ്ങളുടെ കലവറ എന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് ശരി വരുന്നത്? രണ്ടാമത്തെയാണ്. ഓപ്ഷൻ ബി ആണ്. അതായത് ധാർവാർ ശിലാപാളികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാംഗനീസ് നിക്ഷേപങ്ങളുടെ കലവറ. ധാർവാർ ശിലാപാളികളാണ്. അതാണ് ശരി വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കടുവാ സങ്കേതങ്ങൾ പരിഗണിക്കുക. മേൽഘട്ട് കടുവാ സങ്കേതം, മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ്, പിലിഭട്ട് കടുവാ സങ്കേതം, വാൽമീകി കടുവാ സങ്കേതം. മേൽ പറഞ്ഞവയെ വടക്ക് മുതൽ തെക്ക് വരെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വടക്ക് മുതൽ തെക്ക് വരെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കാം. നോക്കി നോക്കിയേ. പിലിഭട്ട് കടുവാ സങ്കേതമാണ് ഫസ്റ്റ് വരുന്നത്. പിലിഭട്ട് കടുവാ സങ്കേതമാണ് വടക്ക് വരുന്നത്. അതിനുശേഷം ഏതാണ് വരുന്നത്? വാൽമീകി കടുവാ സങ്കേതം വരും. നെക്സ്റ്റ് മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് വരും. ഏറ്റവും ലാസ്റ്റാണ് മേൽഘട്ട് കടുവാ സങ്കേതം വരുന്നത്. ഇനി പിലിഭട്ട് കടുവാ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് പിലിഭട്ട് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ്. ഇനി വാൽമീകി കടുവാ സങ്കേതം എവിടെയാണ്?
ബീഹാറിലാണ് അല്ലേ വാൽമീകി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് വാൽമീകി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി മേൽഘട്ട് കടുവാ സങ്കേതം നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ രണ്ടാമത്താണ് അല്ലേ, മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് ആണ്. മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി മേൽഘട്ട് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേൽഘട്ട് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മേൽഘട്ട് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പിലീബഡ് മേൽഘട്ട് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് രാജസ്ഥാനിൽ, പിലീബഡ് കടുവാ സങ്കേതം ഉത്തർപ്രദേശ്, വാൽമീകി കടുവാ സങ്കേതം ബീഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശീതകാല കൃഷിരീതി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നെൽകൃഷി രീതി ചുവടെ പറയുന്നതിൽ ഏതാണ്? നമുക്കറിയാം വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നൊക്കെ പറയുന്ന എന്താണ്? കൃഷിരീതികളാണ് അല്ലേ. ഇതിൽ ശീതകാല കൃഷിരീതി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നെൽകൃഷി ഏതാണ്? മുണ്ടകനാണ് ശീതകാല കൃഷിരീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വിരിപ്പ് കൃഷി പറയുന്നുണ്ടല്ലോ അല്ലേ. വിരിപ്പ് എന്ന് പറയുന്നത് ശരത്ത് കാല കൃഷിയാണ്. വിരിപ്പ് എന്ന് പറയുന്നത് ഏത് കൃഷിയാണ്? ശരത്ത് കാല കൃഷിയാണ്. വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ശരത്ത് കാല കൃഷിയാണെന്ന് പഠിച്ചു വയ്ക്കാം. ഏപ്രിൽ മുതൽ മെയ് വരെയാണ് കൃഷിയിൽ വിളവെടുക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. അതെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ഖാരിഫ് വിള ഏതാണെന്ന് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും. അപ്പോൾ ഖാരിഫ് വിളയാണ് ഈ വിരിപ്പ് എന്ന് പറയുന്നത്, അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ശരത്കാല വിളയാണ്. ഏപ്രിൽ മുതൽ മെയ് വരെയാണ് വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഖാരിഫ് വിളകളെ പോലെ തന്നെയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തന്നെയാണ് ഇത് വിളവിറക്കുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ് വിരിപ്പ് തന്നെയാണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഖാരിഫ് വിളകൾ, ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷിരീതിയും കൂടിയാണ് വിരിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശീതകാല കൃഷിരീതിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അത് മുണ്ടകനാന്ന് പറഞ്ഞു, ശീതകാല കൃഷിരീതി. ഇനി പുഞ്ച എന്ന് പറയുന്നത് എന്താണ്? ഇനി മുണ്ടകൻ എന്ന് പറയുന്നത് ശീതകാല കൃഷിരീതിയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ശീതകാല കൃഷിയാണ് മുണ്ടകൻ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി എന്താണ് പുഞ്ച? പുഞ്ച എന്ന് പറയുന്നത് ഒരു വേനൽക്കാല കൃഷി രീതിയാണ്. വേനൽക്കാലമാണ് പുഞ്ച എന്ന് പറയുന്നത്. എന്താണ്? വേനൽക്കാലമാണ്. പഠിച്ചു വയ്ക്കുക. വേനൽക്കാല കൃഷി രീതിയാണ് പുഞ്ച എന്ന് പറയുന്നത്. വേനൽക്കാല കൃഷി രീതിയാണ്. ഡിസംബർ ടു ജനുവരിയാണ് കൃഷി വിളവെടുക്കുന്നത്. അതുപോലെ തന്നെ പുഞ്ച എന്ന് പറയുന്നത് എന്താണ്? വേനൽക്കാല കൃഷി രീതി കൂടിയാണ്. അപ്പോൾ വിരിപ്പ് എന്ന് പറയുന്നത് ശരത്കാല കൃഷിയാണ്. മുണ്ടകൻ എന്ന് പറയുന്നത് എന്താണ്? ശീതകാല കൃഷിരീതിയാണ്. പുഞ്ച എന്ന് പറയുന്നത് വേനൽക്കാല കൃഷിരീതിയാണെന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന രാജ്യങ്ങളിൽ ആൽപ്സ് പർവ്വതനിരയുടെ ഭാഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഓസ്ട്രിയ, ഫ്രാൻസ്, ജർമ്മനി, മൊണാക്കോ. എന്നിവയാണ് ആൽപ്സ് പർവ്വതനിരയുടെ ഭാഗമായ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓസ്ട്രിയ, ഫ്രാൻസ്, ജർമ്മനി, മൊണാക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധരാതലീയ ഭൂപടങ്ങളിൽ കറുപ്പ് നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ കഴിയുന്ന ഭൂസവിശേഷതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ധരാതലീയ ഭൂപടങ്ങളിൽ കറുപ്പ് നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ കഴിയാത്തത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് കറുപ്പ് നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് നമുക്ക് പഠിച്ചിരിക്കണമല്ലോ. ഏതൊക്കെയാണ്? വരണ്ട ജലാശയങ്ങൾ, അതിർത്തി രേഖകൾ, അതുപോലെ തന്നെ ടെലിഗ്രാഫ് ലൈനുകൾ എന്നിവയൊക്കെ എന്താണ്? കറുപ്പ് നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നതാണ്. വരണ്ട ജലാശയങ്ങൾ, അതിർത്തി രേഖകൾ, ടെലിഗ്രാഫ് ലൈനുകൾ എന്നിവയൊക്കെ എന്താണ്? കറുപ്പ് നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. കോണ്ടൂർ രേഖകളാണ് ഇതിൽ വരാത്തത്. അപ്പോൾ വരണ്ട ജലാശയം, അതിർത്തി രേഖകൾ, ടെലിഗ്രാഫ് ലൈനുകളൊക്കെ എന്താണ്? കറുപ്പ് നിറം ഉപയോഗിച്ചിട്ട് ഭൂസവിശേഷതകളിൽ പറയുന്നതാണ് കറുപ്പ് നിറം എന്ന് പറയുന്നത്. കോണ്ടൂർ രേഖകൾ റെഡ്, ബ്രൗൺ കളറിലായിരിക്കും. കൂടുതലായിട്ട് ബ്രൗൺ കളറിലൊക്കെയാണ് ഈ കോണ്ടൂർ രേഖകൾ ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 39A പ്രകാരം സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരാകുന്നത് ആരൊക്കെയാണ്? 39A പ്രകാരം സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായത് ആരൊക്കെയാണ്? സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ,
കസ്റ്റഡിയിലുള്ള വ്യക്തി, മനുഷ്യക്കടത്തിന് ഇരകൾ എന്നിവയ്ക്ക് എന്താണ് 39 പ്രകാരം സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായവരാണ് സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കസ്റ്റഡിയിലുള്ള വ്യക്തി, മനുഷ്യക്കടത്തിന് ഇരകൾ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ വരുന്നത്. 1, 2, 3, 4 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഇതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻ തികച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിലൊക്കെയാണ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കമൻറ്റ്സ് കണ്ടോ എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 21 അനുസരിച്ച് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആർട്ടിക്കിൾ 21 അനുസരിച്ച് ജീവിക്കുന്നതിനും, ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്, സ്വകാര്യതയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് ആർട്ടിക്കിൾ 21 ആണ്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഈ അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് ശരിയാണ്. ആർട്ടിക്കിൾ 21 ഏതൊക്കെയാണ് പറയുന്നത്? പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 വരുന്നതാണ്. അതുപോലെ അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് ആർട്ടിക്കിൾ 21 വരുന്നതാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതിൽ വരുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത്, അതുപോലെ തന്നെ പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം എന്നിവയൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ് അധികാരങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും വിശദീകരണം തേടുവാനും എന്ന് പറയുന്നത് അധികാരങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഏതു രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും എന്ന് പറയുന്നത് അതും ശരിയാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ ആവശ്യപ്പെടുന്നതിനെന്ന് പറയുന്നതും ശരിയാണ്. സാക്ഷികളുടെ വിസ്താരത്തിനായി സമൻസ് പുറപ്പെടുവിക്കുന്നതിനെന്ന് പറയുന്നതും ശരിയാണ്. അതായത് എല്ലാം ശരിയാണ് വരുന്നത് കേട്ടോ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധികാരങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും വിശദീകരണം തേടുവാനും, ഏതു രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും, ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ ആവശ്യപ്പെടുന്നതിന്, സാക്ഷികളുടെ വിസ്താരത്തിനായി സമൻസ് പുറപ്പെടുവിക്കുന്നതിനൊക്കെ ഈ അധികാരങ്ങളൊക്കെ എന്തിലുള്ളതാണ്? ആർക്കുള്ളതാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധികാരങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? BR അംബേദ്കർ ആണല്ലേ. BR അംബേദ്കർ ആണ് സാഹോദര്യം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അത് BR അംബേദ്കർ ആണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമുഖവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന്. അപ്പോൾ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഏത് ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അഖണ്ഡതയാണ്. അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. നോക്കാം. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത്? 42ാം ഭേദഗതി എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ. ശരിയാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. അതുപോലെ തന്നെ ഭരണഘടന മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് പ്രസ്താവിച്ച ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. നമുക്ക് തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്.
നെക്സ്റ്റ്, അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റായി തന്നിട്ടുള്ളത് ഏതാണ്? ഈ 2, 3 ഓപ്ഷനാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് ശരിയായത് മാത്രം നോക്കാം. 1976 42ാം ഭേദഗതി വന്നത് അല്ലേ. അതിൽ പറയുന്നത് എന്താണ്? ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിനും കാരണമായ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 26ാമത്തെ ക്വസ്റ്റ്യൻ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സ്വവലംബൻ പദ്ധതിക്ക് പകരമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതി ഇതാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് എന്തുണ്ടായിരുന്നു? ഒരു സ്വവലംബൻ പദ്ധതി ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതി താഴെ തന്നിരിക്കുന്ന ഏതാണ്? അടൽ പെൻഷൻ യോജന. നമ്മൾ കണ്ട കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ട് സ്വവലംബൻ പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. നെക്സ്റ്റ്, അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1954 ഓൾ ഇന്ത്യ സർവീസസ് ആക്ട് പ്രകാരം അഖിലേന്ത്യാ സേവനങ്ങളിലെ നിയമനവും സേവന വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരുകളുമായി ആലോചിക്കാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് അല്ലേ. ആലോചിക്കാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും പരിശീലിപ്പിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും ഇവരെ വിവിധ സംസ്ഥാന കേഡറുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യേക കേഡർ ഇല്ലാത്തതിനാൽ സംസ്ഥാന കേഡറിലെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഏത് അച്ചടക്ക നടപടിയും കേന്ദ്ര സർക്കാരിന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി വന്നത്? ശരിയായത് ഏതൊക്കെ നമുക്ക് നോക്കാം. അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും പരിശീലിപ്പിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഇവരെ വിവിധ സംസ്ഥാന കേഡറുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നത്. ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യേക കേഡർ ഇല്ലാത്തതിനാൽ സംസ്ഥാന കേഡറിലെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഏത് അച്ചടക്ക നടപടിയും കേന്ദ്ര സർക്കാരിന് മാത്രമേ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫോർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിരിക്കാം. ഏതെല്ലാം കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുവാൻ പാടില്ലാത്തത്? എനിക്ക് പാർലമെൻറ്റിലെ അംഗമാകുക എന്ന് പറയുന്നുണ്ട്. പാടോ? ഇല്ലല്ലേ. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇതിൽ ഇവർക്ക് പാടില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുക എന്ന് പറയുന്നത് എന്ത് പാടില്ല അല്ലേ. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ഇവർക്ക് പാടില്ലാത്ത സംഭവങ്ങളാണ്. ഏതൊക്കെയാണ്? അതായത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് പാർലമെൻറ്റിൽ അംഗമാകാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല, ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ പാടില്ല, മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുവാനായിട്ടും പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സായുധ സേനാംഗങ്ങൾ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു എന്ന പരാതികൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഏതൊക്കെയാണ്? സ്വമേധയായോ ഒരു ഹർജി ലഭിച്ചതിന്മേലോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാം. സ്വമേധയായോ ഒരു ഹർജി ലഭിച്ചതിന്മേലോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പരാതിയിൽ നടപടി തുടരാതിരിക്കുകയോ സർക്കാരിന് അതിൻ്റെ ശുപാർശകൾ നൽകുകയോ ചെയ്യാമെന്ന് പറയുന്നതുമെന്നാണ്. ശരിയാണ്. അതായത് നമ്മൾ പറയുന്നതാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു എന്ന് സായുധ സേനാംഗങ്ങൾ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചെന്ന പരാതികൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളാണ്. ഒന്ന്, സ്വമേധയായ ഒരു ഹർജി ലഭിച്ചതിന്മേലോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പരാതിയിൽ നടപടി തുടരാതിരിക്കുകയോ സർക്കാരിന് അതിൻ്റെ ശുപാർശകൾ നൽകുകയോ ചെയ്യാം. കമ്മീഷൻ കേന്ദ്ര സർക്കാർ നൽകിയ ശുപാർശകളും അങ്ങനെയുള്ള ശുപാർശകളിന്മേൽ ആ സർക്കാർ എടുത്ത നടപടികളും സഹിതം അതിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അതും ശരിയാണ്. കമ്മീഷൻ ഈ റിപ്പോർട്ടിൻ്റെ
ഒരു ഭാഗം, ഒരു പകർപ്പ് ഹർജിക്കാരനോ ആ വ്യക്തിയുടെ പ്രതിനിധിക്കോ നൽകണമെന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞത്? സായുധ സേനാംഗങ്ങൾ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചെന്ന പരാതിയുമായിട്ട് പരാതികൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളാണ് പറഞ്ഞത്. സ്വമേധയായ ഒരു ഹർജി ലഭിച്ചതിന് മേലോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പരാതിയിൽ നടപടി തുടരാതിരിക്കുകയോ സർക്കാരിന് അതിൻ്റെ ശുപാർശകൾ നൽകുകയോ ചെയ്യാം. കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നൽകിയ ശുപാർശകളും അങ്ങനെയുള്ള ശുപാർശകളിന്മേൽ ആ സർക്കാർ എടുത്ത നടപടികളും സഹിതം അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. കമ്മീഷൻ ഈ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് ആർക്ക് കൊടുക്കണം? ഈ ഹർജിക്കാരനും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പ്രതിനിധിക്കായിട്ടും നൽകണം. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ ഏത് സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാവുന്നത്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ഗവൺമെന്റിന് നികുതിയേതര വരുമാന രസീതുകളിൽ ഉൾപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ്? സ്പെക്ട്രം ലേലം, അതുപോലെ IRCTയുടെ വരുമാനം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ ഫീസ് എന്നിവയൊക്കെ എന്താണ്? നികുതിയേതര വരുമാന രസീതുകളിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാം മേൽപ്പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ വരുന്നത്. സ്പെക്ട്രം ലേലം, IRCTയുടെ വരുമാനം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ ഫീസൊക്കെ നികുതിയേതര വരുമാന രസീതുകളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, നീതി ആയോഗിന്റെ പോരായ്മകൾ എന്തെല്ലാമാണ്? നോക്കാം. സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നീതി ആയോഗ് പങ്ക് വഹിക്കുന്നില്ല. ശരിയാണ്. അതൊരു പോരായ്മ തന്നെയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക സമത്വം ഉറപ്പുവരുത്താൻ നീതി ആയോഗിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നതും ശരിയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അമിതമായ കടന്നുകയറ്റം നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. ശരിയാണ്. സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ അധികാരം നീതി ആയോഗിനില്ല എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നീതി ആയോഗിനെ പോരായ്മകൾ: സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നീതി ആയോഗ് പങ്ക് വഹിക്കുന്നില്ല. ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക സമത്വം ഉറപ്പുവരുത്താൻ നീതി ആയോഗിന് സാധിക്കുന്നില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അമിതമായ കടന്നുകയറ്റം നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ അധികാരം നീതി ആയോഗിനില്ല. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണച്ചുരുക്കം ഉള്ളപ്പോഴുള്ള ശരിയായ ധനനയങ്ങൾ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അത് ശരിയായ ധനനയമാണ് കേട്ടോ. ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിക്കുക, പൊതുകടം ഉയർത്തുക എന്നൊക്കെ ഈ ധനനയങ്ങളിൽ ഉൾപ്പെടാത്തതാണ് മിച്ച ബജറ്റ് നടപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ സ്ട്രെസ് ആയിട്ട് പഠിക്കുകയാണ്. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. പണച്ചുരുക്കമുള്ളപ്പോൾ ശരിയായ ധനനയങ്ങളാണ് എന്ന് പറയുന്നത്: ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിക്കുക, പൊതുകടം ഉയർത്തുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് അല്ലാത്തതാണ് ചോദിക്കേണ്ട. പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ് എന്ന് പറയുന്നത് ശരിയായ കാരണമാണ്. ഉയർന്ന ഫിസിക്കൽ കമ്മി, അതായത് ധനക്കമ്മി എന്ന് പറയുന്നത് ശരിയായ കാരണമാണ്. ഉയർന്ന ജനസംഖ്യാ നിരക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഈ പുത്തൻ സാമ്പത്തിക നയം ഇടപെടലെടുക്കുന്നതിന് കാരണമായിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. ഗൾഫ് പ്രതിസന്ധിയും കാരണമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി ഇരിക്കുന്ന നോക്കാം. വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി അല്ലെങ്കിൽ ധനക്കമ്മി, ഗൾഫ് പ്രതിസന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പോസിബിൾ വരുമാനത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഡിസ്പോസിബിൾ വരുമാനം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി നോക്കാം. ഡിസ്പോസിബിൾ വരുമാനം എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമുക്കത് തെറ്റായിട്ടുള്ളതൊന്നും പഠിച്ചു വയ്ക്കേണ്ട. നമുക്ക് ശരിയായി നോക്കാം. വ്യക്തിഗത വരുമാനവും നേരിട്ടുള്ള നികുതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പോസിബിൾ വരുമാനം എന്ന് പറയുന്നത്. വ്യക്തിഗത വരുമാനവും നേരിട്ടുള്ള നികുതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പോസിബിൾ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുറേ കമൻറ്റ്സ് കണ്ട കാരണമാണ് ഞാൻ ഇതൊന്ന് ചുരുക്കിയിട്ട് എല്ലാ
എനിക്ക് കിട്ടാവുന്ന പോയിൻറ്റ്സൊക്കെ ഞാൻ പിടിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.